മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനെയും വാമദേവനെയും അനന്ത് തന്നെ ജയിലിലോട്ട് പറഞ്ഞു വിടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഓരോരുത്തരായിട്ട് സത്യങ്ങൾ അറിഞ്ഞു വരികയാണ്. കണ്ണനാണെങ്കിൽ മഞ്ജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ അച്ഛനെ കൊന്നത് വേറെ ആരുമല്ല, ആ കരുണയുടെ അച്ഛനാ പ്രതാപൻ. അത് കേട്ടതും മഞ്ജുവിനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഏട്ടാ അയാൾ നമ്മുടെ അച്ഛനെ കൊന്നേന്ന് ചോദിക്കുമ്പം അതിനൊരു കാരണമുണ്ട്. അത് സാധാരണ ഒരു ആക്സിഡൻ്റൊന്നും ആയിരുന്നില്ല, അതൊരു കൊലപാതകം എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, നേരാണോ ഏട്ടാ, എനിക്കിതൊന്നും മനസ്സിലാവണില്ല, എനിക്കൊന്നും വിശ്വസിക്കാനും പറ്റണില്ല എന്ന് പറയുമ്പം അയാൾ മനഃപൂർവ്വം കൊന്നത് തന്നെയാണ്. അതിന് കൊട്ടേഷൻ കൊടുത്തത് ആരാന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ, ആരാ ഏട്ടാ നമ്മുടെ അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതെന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമില്ല, നിൻ്റെ അമ്മാവനില്ലേ ആ വാമദേവൻ, അയാൾ തന്നെയാണ്. സ്വന്തം സഹോദരിയെ എൻ്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തു, എന്നിട്ട് ആ സഹോദരിയുടെ ഭർത്താവിനെ അയാൾ തന്നെ കൊല്ലിച്ചു. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടാ അയാളത് ചെയ്ത്, എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ആ സമയത്ത് അമ്മാവൻ നമ്മളുടെ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളായിരുന്നു. അങ്ങനെ അച്ഛനൊക്കെ അയാളെ എന്തോ സംശയം തോന്നിയിട്ട് അയാൾ കമ്പനിയിൽ ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അച്ഛൻ കണ്ടുപിടിച്ചു. അങ്ങനെ അച്ഛൻ അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ അച്ഛനെ കൊല്ലിച്ചതെന്ന്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിനക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് ചോദിക്കുമ്പം, ഇല്ല കണ്ണേട്ടാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല, ഒരിക്കലും അമ്മാവൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, വെറുതെ ആണോ ആ മേഘന ഇങ്ങനെയായി പോയത്, ഞാനും അയാളിൽ നിന്ന് ഇതുപോലൊരു ചതിയൊന്നും പ്രതീക്ഷിച്ചില്ല, എന്തായാലും അവർ രണ്ടുപേരും ചേർന്നാൽ നമ്മളുടെ അച്ഛനെ നമുക്ക് ഇല്ലാതാക്കിയെന്ന്. പിന്നീട് കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കണ്ണേട്ടൻ അവരെ രണ്ടുപേരെയും വെറുതെ വിടാൻ തീരുമാനിച്ചോ? എന്തായാലും രണ്ടെണ്ണത്തിനെയും വെറുതെ വിടരുത് കണ്ണേട്ട, ഇനി അവർ ഒരിക്കലും നല്ലോണം ജീവിക്കരുത്, അവരുടെ ജീവിതം ഇനി ജയിലിൽ തന്നെ തീരണം. ഇനി കണ്ണേട്ടനോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല മഞ്ജു, അവരുടെ കാര്യത്തിൽ ഇനി ഞാൻ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല, ഇനിയാണ് അമ്മാവനും അമ്മായിയും മോളും എല്ലാവരും അനുഭവിക്കാൻ പോണത്. ഇത്രയും നാൾ ഞാൻ മാസാമാസം അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിരുന്നു, ഇനി എൻ്റെ കയ്യിൽ നിന്നൊരു ചില്ലി കാശ് പോലും അമ്മാവനോ മേഘനോ കിട്ടൂലെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടന് അത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, പണ്ടേ അത് നിർത്തേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടന് ആ കൊടുക്കണ പൈസ നിർത്തലാക്കണം, അതോടുകൂടി ആ മേഘൻ്റെ ചികിത്സയും മുടങ്ങും. അമ്മായിക്കും ഈ സത്യങ്ങൾ അറിയോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ അവർക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാമെന്ന്. പിന്നീട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഉണ്ണിയേട്ടനും അമ്മയും സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മയും മകനും ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പ്രതാപനെയും സ്വന്തം സഹോദരനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കും അമ്മ. സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പം അമ്മയുടെ സ്വഭാവം മാറുന്ന. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അമ്മയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല, കാരണം അമ്മയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നത് അമ്മാവനായതുകൊണ്ട് തന്നെ ഇനിയും അമ്മ അമ്മാവൻ്റെ വാക്കും കേട്ട് നടക്കുകയുള്ളൂ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതും ശരിയാ, എന്തായാലും ഉണ്ണിയുടെ കാര്യം വിശ്വസിക്കാനൊന്നും പറ്റില്ല, പ്രതാപന് കുറച്ച് സ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് അത് കിട്ടൂലോ എന്ന് കരുതി ഉണ്ണി പ്രതാപനോട് ക്ഷമിക്കാനും മതിയെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ആരൊക്കെ എങ്ങനെയൊക്കെ ക്ഷമിച്ചാലും എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഏട്ടാ, എന്തായാലും ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട മഞ്ജു, നീ പോയി അവരോട് കാര്യങ്ങളൊന്നും പറയണ്ട, എന്തായാലും രണ്ടെണ്ണത്തിനോടും നാളെ ഞാൻ കോടതിയിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ വന്നു കഴിയുമ്പോൾ സംഗതികളെല്ലാം അവർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടട്ടെ, അപ്പോൾ അവർക്ക് മനസ്സിലാവും പ്രതാപനും വാമദേവനും എന്തായിരുന്നു എന്നുള്ളത്. സമയത്ത് മഞ്ജു ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടത്തോടുകൂടി തിരിച്ച് ലേഹയുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ലേഹയുടെ അടുത്ത് എന്നതും സാഗർ വന്നിട്ട്, എന്തായി മഞ്ജു, കണ്ണൻ സാർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം സാഗറേട്ടൻ ഇത് നേരത്തെ അറിയായിരുന്നു അല്ലേ, എന്നിട്ട് എന്താ സാഗറേട്ടൻ എന്നോട് പറയാതിരുന്നത്, എന്നാലും ആ കരുണയുടെ അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്നല്ലോ, ഇതറിഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അവക്കിട്ട് നാലെണ്ണം കൊടുത്തേനെ. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, എന്തായാലും അവർക്ക് കിട്ടാനുള്ളതൊക്കെ ഇപ്പോൾ കിട്ടിയില്ലേ, ഇനി കണ്ണൻ സാറും അനന്ത് സാറും ചേർന്ന് അവർക്ക് വേണ്ട ശിക്ഷ മേടിച്ച് കൊടുത്തോളൂ. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അവരെ ഇനി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത് സാഗറേട്ട, മാർക്കോയോട് പറഞ്ഞ് അവർക്ക് ജാമ്യം കിട്ടിയാൽ എന്തായാലും രണ്ടെണ്ണത്തിൻ്റെയും കയ്യും കാലും തല്ലി ഒടിപ്പിക്കരുത്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ പ്രതാപനും വാമദേവനും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മാർക്കോയുടെ വക ഒരു സ്വീകരണം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും കരുണയുടെ മുത്തശ്ശീനെയാണ്. കരുണയാണെങ്കിൽ മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ട്, ഇന്നല്ലേ മുത്തശ്ശി അച്ഛനെയും ആ വാമദേവനെയും കോടതിയിൽ ഹാജരാക്കണേ, നമുക്ക് പോകണ്ടേ കോടതിയിലേക്കെന്ന് ചോദിക്കുമ്പം പിന്നെ പോവാതെ പറ്റുമോ മോളെ, എന്തായാലും ആ വക്കീൽ പറഞ്ഞത് ഇന്ന് ജാമ്യം കിട്ടുമായിരിക്കുമെന്ന്. വാമദേവന് ഉറപ്പായിട്ടും കിട്ടും, പിന്നെ പ്രതാപൻ്റെ കാര്യത്തിൽ ആ കുറച്ച് സംശയമുള്ളൂ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അച്ഛനെ റിമാൻഡ് ചെയ്യില്ലേ മുത്തശ്ശി, പിന്നെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ട വരില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യാനാ മോളെ, കാര്യങ്ങളൊക്കെ നമ്മളുടെ കൈവിട്ട് പോയില്ലേ, എന്തായാലും മോൾ അവളെ തള്ളിയിട്ടതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായ,
ഇല്ലെങ്കിൽ കണ്ണൻ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കൂലായിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മുത്തശ്ശി, എനിക്ക് അന്നേരം അങ്ങനെയൊക്കെ തോന്നിപ്പോയി. എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാം. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ പ്രതാപനെ രക്ഷിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സർവ്വ സമ്പാദ്യവും വിറ്റ് കളയേണ്ട വരും മോളെ. അത്രയും പൈസ വേണ്ടിവരും കേസ് നടത്താൻ. അതുമാത്രമല്ല, കണ്ണൻ നഷ്ടപരിഹാരം ചോദിച്ചാൽ അതും നമ്മൾ കൊടുക്കേണ്ട വരും. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് അയാൾ എന്നോട് പറഞ്ഞായിരുന്നു, അയാൾക്ക് കോടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട വരുമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി, നമ്മളുടെ സ്വത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? അച്ഛനാണ് ഈ ജയിലിലേക്കും പോകില്ലേന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതാ മോളെ ഞാൻ നിന്നോട് പറഞ്ഞത്, ഉണ്ണീനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നീ കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന. നേരം കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനെ സോപ്പിട്ടിട്ടും ഇനി കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല മുത്തശ്ശി. ആ കണ്ണനുണ്ടല്ലോ, അയാൾ ഇനി എന്നെ അങ്ങോട്ട് കയറ്റുമെന്ന് തോന്നണില്ല. ഒന്നുമില്ലെങ്കിലും അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാനല്ലേ ഞാൻ നോക്കിയെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ മോളെ വന്നേക്കണേ, ഇനി നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന്. അതേസമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ ഇന്നല്ലേ നമ്മളോട് കോടതിയിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കണേ. അയാൾ അങ്ങനെയാണ് പറഞ്ഞത്, കറക്റ്റ് 10 മണിക്ക് കോടതിയിൽ എത്തണമെന്നാണ് പറഞ്ഞത്. അവിടെ എന്ത് അത്ഭുതമായിരിക്കുമോടാ നമുക്ക് കാണാനിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അറിയില്ല അമ്മേ. എന്തായാലും സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അതുപോലെ ആ എസ് ഐയോട് ചോദിച്ചിട്ട് എസ് ഐയും പറഞ്ഞില്ല. എല്ലാവരും പറയുന്നത് കോടതിയിലെത്തുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നാണ്. പിന്നെ കരുണയുടെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നമ്മൾ കോടതിയിലോട്ട് ചെല്ലണ്ടെന്നാണ് അയാൾ പറയണേന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞ്, എല്ലാവരും കോടതിയിലോട്ട് ചെല്ലണം എന്നല്ലേ പറയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അതമ്മേ എനിക്കും മനസ്സിലാവാത്ത, നമ്മളറിയാൻ പാടില്ലാത്ത എന്തോ വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും അത് നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കണേ. എന്തായാലും ഇന്നത്തോടുകൂടി അതെല്ലാം കഴിയുമല്ലോ, നമുക്ക് നേരെ കോടതിയിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഈ ദുർഗയും ഉണ്ണിയും കൂടി റെഡിയായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ അനന്തുവിനെ വന്ന് കാണുന്നുണ്ട്. അനന്ത് ചോദിക്കുന്നുണ്ട്, എടാ കണ്ണ, നമ്മളിന്ന് കോടതിയിൽ ചെന്നിട്ട് എന്താ ചെയ്യണേ, അവന്മാരെ ജയിലിലേക്ക് വിടുവല്ലേ ചെയ്യണേന്ന് ചോദിക്കുമ്പം, ഉറപ്പായിട്ടും അവന്മാരെ ജയിലിലേക്ക് വിടണം, അവർക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടരുത്, അതിനുവേണ്ട എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് വേണം നീ കോടതിയിലോട്ട് ഇന്ന് പോകാമെന്ന്. നേരെ അനന്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ മാത്രം പോയാൽ മതിയോടാ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, തൽക്കാലം നീ നമ്മൾ രണ്ടുപേരും കൂടിയും ഒരുമിച്ച് എന്തായാലും ചെല്ലണ്ട, നീ ചെന്ന് കുറച്ച് നേരം കഴിയുമ്പം ഞാനങ്ങോട്ട് വന്നേക്കാം, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലണ്ടാന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അത് ശരിയാ, എന്തായാലും നിന്നെയും കൂടി കണ്ടു കഴിയുമ്പം ആ പ്രതാപൻ്റെയും വാമദേവൻ്റെയും ഉള്ള ജീവനും കൂടി പോകുന്നു. പിന്നീട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഉണ്ണിയും നിൻ്റെ രണ്ടാനമ്മയും അങ്ങോട്ട് വരുവാടാന്ന് ചോദിക്കുമ്പം, പിന്നില്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉണ്ണി ഇന്നലെ സ്റ്റേഷനിൽ ചെന്നായിരുന്നു. എസ് ഐ എന്നെ വിളിച്ചപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. എസ് ഐയോട് അവൻ ചോദിച്ചു പ്രതാപനെയും വാമദേവനെയും എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന്. പക്ഷേ എസ് ഐ വിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അപ്പോൾ ഇന്ന് അമ്മയ്ക്കും മകനും നല്ല ഷോക്ക് തന്നെയായിരിക്കും അവിടെ കിട്ടാൻ പോണേ. എന്തായാലും ഇന്ന് പ്രതാപനെയും വാമദേവനെയും കോടതിയിൽ ഹാജരാക്കുമ്പം ആ കരുണയില്ലാത്ത കരുണയും അവളുടെ മുത്തശ്ശിയും വരൂലെന്ന് ചോദിക്കുമ്പം, പിന്നെ അവരെന്തായാലും വരും. അപ്പോൾ എല്ലാവരും കൂടിയാവുമ്പം നല്ല പണി തന്നെയാണല്ലോ ഉണ്ണിക്ക് നിൻ്റെ രണ്ടാനമ്മയ്ക്കും കിട്ടാൻ പോണേന്ന്. എന്തായാലും ഇനി അവരുടെ കഷ്ടകാലം തുടങ്ങണതായി കാണണേ. ഇനി ഒരിക്കൽ പോലും ഞാൻ വാമദേവനോ മേഘനാഥനോ ഉണ്ണിക്കോ പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കില്ല. ജോലി ചെയ്യാതെ അങ്ങനെ ശമ്പളം വാങ്ങി അവർ സുഖമായിട്ട് ജീവിക്കേണ്ടതാണ്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, പണ്ടേ ഞാനിത് നിന്നോട് പറഞ്ഞതല്ലേ, അവർക്ക് ആർക്കും നീ വെറുതെ പൈസ കൊടുക്കരുതെന്ന്. അപ്പം നിനക്ക് വലിയ മനസ്സലിവായിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്. എന്തായാലും ഇനിയെങ്കിലും നീ ഉറച്ചൊരു തീരുമാനത്തിൽ എത്തണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനോടും വാമദേവനോടും പോലീസ് വന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് രണ്ടുപേരും റെഡി ആയിക്കോ, കോടതിയിൽ നിന്ന് ഹാജരാക്കാനുള്ളതാണ്, അവിടുന്ന് ജാമ്യം കിട്ടുമോ സാറേന്ന് ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട്, അത് ഉറപ്പല്ലേന്ന്. ആ സമയം പ്രതാപനും വാമദേവനും വിചാരിക്കുന്നത് ജാമ്യം കിട്ടുമെന്നാണ്. അന്നേരം എസ് ഐ തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജാമ്യം കിട്ടൂല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജാമ്യം കിട്ടൂല, എന്തായാലും നിങ്ങളെ കോടതി റിമാൻഡ് ചെയ്യുന്നു. അത് കേട്ടതും പ്രതാപനും വാമദേവനും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം പോലീസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടെണ്ണത്തിനെയും പിടിച്ച് ജീപ്പിൽ കയറ്റ് എത്രയും പെട്ടെന്ന് കോടതി കൊണ്ടുവന്ന് ഹാജരാക്കണം, അവിടുന്ന് രണ്ടെണ്ണത്തിനെയും ജയിലിലേക്ക് പറഞ്ഞു വിടാനുള്ളതാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും പോലീസ് ജീപ്പിൽ കയറ്റി കോടതിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദുർഗയും ഉണ്ണിയും കോടതിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ പോലീസ് ജീപ്പിൽ വാമദേവനെയും പ്രതാപനെയും കോടതിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അങ്ങനെ വാമദേവനെ കണ്ടതും ദുർഗയാണെങ്കിൽ വാമദേവൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം പോലീസ് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല, എന്തായാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാമെന്ന്. ആ സമയത്ത് ദുർഗയാണെങ്കിൽ, എന്നാലും ഇതേ വാമേട്ടനെ പോലീസ് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് തോന്നണല്ലോടാന്ന് പറയുമ്പം, പിന്നില്ലാതെ പോലീസ് നിരന്തരം അവരെ തല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ ചെല്ലണതിന് മുമ്പും പോലീസ് നല്ലോണം കൈകാര്യം ചെയ്തതാണ്,
അതിന് മാത്രം വലിയ എന്ത് തെറ്റാണ് ഇവർ ചെയ്തതെന്ന് ചോദിക്കുമ്പം അതൊക്കെ എന്തായാലും കോടതി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ തൽക്കാലം ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ഈ ഉണ്ണിയാണെങ്കിൽ ദുർഗയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ ജഡ്ജി വന്നിരുന്നിട്ട് ഈ പ്രതാപനെയും വാമദേവനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ പ്രതാപനെ കൂട്ടിക്കയറ്റി നിർത്തി കഴിയുമ്പം പ്രതാപനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വരുന്നത് നമ്മളുടെ അനന്തുവാണ്. അനന്ത് വന്നതും പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, അന്നത്തെ ആ ആക്സിഡൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അത് യാദൃച്ഛികമായി സംഭവിച്ചതാ, ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല എന്ന് പറയുമ്പം എന്നിട്ട് നിങ്ങളെന്താ ലോറി നിർത്താണ്ട് പോയെന്ന് ചോദിക്കുമ്പം അന്ന് മഴയല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ അനന്തുവാണെങ്കിൽ ഈ മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ദുർഗയും ഉണ്ണിയും ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്കിനി രക്ഷപ്പെടാനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ആ വാമദേവൻ കൊട്ടേഷൻ തന്നിട്ടല്ലേ നിങ്ങളത് ചെയ്തേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ വാമദേവൻ്റെ നേരെ നോക്കുമ്പോൾ വാമദേവൻ മിണ്ടല്ലേ എന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനെ ഞാൻ ഒഴിവാക്കി വിട്ടാൽ ഇവൻ രക്ഷപ്പെട്ടു പോവും, ഞാൻ എന്തായാലും ഈ കേസിൽ കുടുങ്ങും, അങ്ങനെ ഇവൻ മാത്രമായിട്ട് രക്ഷപ്പെട്ടു പോകണ്ട, ഞാൻ കുടുങ്ങിയാൽ ഇവനും കുടുങ്ങണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നുണ്ട്, അതേ വക്കീലെ ആ വാമദേവൻ കൊട്ടേഷൻ തന്നിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. അത് കേട്ടതും ഈ ദുർഗയും ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ദുർഗയും ഉണ്ണിയും വാമദേവൻ്റെ നേരെ നോക്കുമ്പം വാമദേവനാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്, അമ്മയുടെ സഹോദരനാൾ കൊള്ളാലോ, അമ്മാവനാണ് എൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന്, എന്താ അമ്മ ഈ കേൾക്കണേന്ന് ചോദിക്കുമ്പം അത് തന്നെയാടാ എനിക്ക് മനസ്സിലാവാത്ത, വാമേട്ടൻ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പം നമ്മൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ, സത്യമല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്തായാലും എനിക്ക് നേരത്തെ തന്നെ അമ്മാവനെയും പ്രതാപനെയും സംശയം ഉണ്ടായിരുന്നു, വെറുതെ അല്ല കരുണ ഇവർ പറയുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എന്തായാലും ഇപ്പോഴെങ്കിലും നമുക്ക് സത്യങ്ങൾ മനസ്സിലായല്ലോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും വാമേട്ടൻ ഇതുപോലെ ഒരു ചതി എന്നോട് ചെയ്തല്ലോടാ മോനെ, നിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ല, അമ്മാവൻ ഒറ്റൊരുത്തൻ കാരണം നമ്മളുടെ ജീവിതം ഇങ്ങനെയായത്, അയാളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാനൊന്നും പോണില്ല അമ്മയെന്ന്. അത് കേട്ടത് നമ്മളുടെ ദുർഗയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ഈ പ്രതാപനെയും വാമദേവനെയും മാറി മാറി നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അനന്തു ഇവരുടെ പ്രവർത്തികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അനന്തു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും നാളും പ്രതാപൻ്റെയും വാമദേവൻ്റെയും എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിന്നതല്ലേ അമ്മയും മകനും ഇപ്പോൾ അനുഭവിച്ചോന്ന്. അങ്ങനെ അനന്തു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വാമദേവൻ്റെയും പ്രതാപൻ്റെയും ജീവിതം മാറി മറിയുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.